ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നലെ പോയി മേടിച്ചിരുന്നു കേട്ടോ. പലചരക്ക് പച്ചക്കറിയൊക്കെ. ഈ പലചരക്ക് സാധനങ്ങൾ ഞാൻ പൊതുവേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കടകളിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല, ഒരുമിച്ചാണ് മേടിക്കാറ്. അത് ഇപ്പോൾ ഓണത്തിനാണ് മുൻപ് പോയി മേടിച്ചത്. പിന്നെ അതിൻ്റേതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതിലെ പരിപ്പൊക്കെ ചിലപ്പോൾ ആദ്യം കഴിയും, എന്നാലും ബാക്കിയുള്ള ഐറ്റംസ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ് തുടങ്ങണുള്ളൂ. ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെയാണ് കേട്ടോ പോയത്. അപ്പോൾ പരിപ്പ്, കടല, മുതിര, പിന്നെ പഞ്ചസാര, മുളക്, മല്ലി, ചെറുപയർ, ഗ്രീൻ ബീൻസ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത്. ഇനി എനിക്കൊരു 3 മാസത്തോളം ഇതൊക്കെ ഉണ്ടാവും. പിന്നെ 2 കിലോ വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ മേടിച്ചു. വെളിച്ചെണ്ണയൊക്കെ പിന്നെ കഴിയും, അതിനനുസരിച്ച് മേടിക്കും കേട്ടോ. പിന്നെ ഇന്ന് ഇതൊക്കെ കുപ്പികളിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ രാവിലത്തെ പണി. ഇന്നലെയാണ് മേടിച്ചു വന്നതെങ്കിലും ഇവിടുത്തെ രാജാവും രാജ്ഞിയൊക്കെ ഞാനായതുകൊണ്ട് തന്നെ ഇന്നലെ ഇതൊന്നും എടുത്തു വെച്ചില്ല. ഇന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചൊക്കെ അവിടെ തന്നെ വെച്ച് പോയിട്ടാ. അപ്പം ഇന്ന് അതൊക്കെ രാവിലെ തന്നെ മുറ്റടി അടിച്ചു വാരി തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ പണി പെൻഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. ചെയ്യണ്ടേ, ചെയ്ത് കഴിഞ്ഞാലാണ് വേഗം ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ ചില നേരത്തെ ഓരോ മടികൾ കാരണം അവിടെ വെച്ചു. പഞ്ചസാര ഇപ്പോൾ പൊട്ടിച്ചിടില്ല കേട്ടോ, അതൊക്കെ ഞാൻ എടുത്തു വയ്ക്കും. വലിയൊരു ബക്കറ്റ് ഉണ്ട്, അതിലാണ് ഇങ്ങനത്തെ ഐറ്റംസ് പൊട്ടിക്കാത്ത ഉള്ളതൊക്കെ അതിൽ കൊണ്ടുവയ്ക്കും. പിന്നെ അതിൽ വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, കുറേ സാധനങ്ങൾ അവിടെ ഇരുന്ന് നശിച്ചും പോവും. എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, മറവിയുടെ ആളാണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് മറന്നു പോകാറുണ്ട്. പിന്നെ പച്ചക്കറി മേടിക്കാൻ പോയപ്പം കുറച്ച് കൊള്ളി, പിന്നെ മധുരക്കിഴങ്ങ്, പിന്നെ ഉരുളക്കിഴങ്ങ്, അതൊക്കെ ആട്ടോ കവറിൽ. അപ്പം അത് പുഴുങ്ങാൻ എനിക്കിഷ്ടമാണ്, മധുരക്കിഴങ്ങ്. പിന്നെ ഇവിടെ കിഴങ്ങ് പല പേരുകളുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ. പിന്നെ ഇത് മസാലപ്പൊടി, പിന്നെ പഞ്ചസാര, വെളിച്ചെണ്ണയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്കി വന്നതാണ് ഇപ്പോൾ പൊട്ടിച്ചിട്ടേലെ. അതൊക്കെ ഫസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാണുന്നോടെ തന്നെ വെക്കാൻ ഉള്ളിലെടുത്ത് ബക്കറ്റിൽ വെച്ച പിന്നെയും മറന്ന് ഒക്കെ ഉച്ചയൊക്കെ വന്ന് കുത്തി നാശമായി പൂട്ടാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് നാശമായി പോകാറുണ്ട്. ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കറികളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വെച്ചാൽ 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും ഞാനത് കാണുക. പിന്നെ കഴിക്കാനും പറ്റില്ല, കളയേണ്ടി വരും. അങ്ങനത്തെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കുപ്പികളിലൊക്കെ ആക്കി എല്ലാം ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഈ കുപ്പികളിരിക്കുന്ന കബോർഡിൽ തന്നെ കുപ്പികളൊന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. ചിലതിലൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ എന്തായാലും സമയമില്ല, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം ഇതൊക്കെ എടുത്ത് അതിലൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതവിടെ ഇരുന്നോളൂല്ലോ, നമ്മുടെ ആവശ്യത്തിന് തുറന്നെടുക്കല്ലേ വേണ്ടോ. കവറുകളിൽ ഉള്ളിലൊക്കെ വെച്ചാൽ പിന്നെ കാണൂല, അതൊക്കെ നശിച്ച് പോവുകയും ചെയ്യും. ഇതാകുമ്പോൾ കുപ്പിയിൽ കഴിയണതും അറിയാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഈ ബാക്കി വരുന്ന സാധനങ്ങളാണ് എൻ്റെ നശിച്ച് പോവാറ്. അപ്പോൾ ഇത്തവണ ഞാൻ അതെന്തായാലും കാണുന്നിടത്ത് വെച്ച് എടുക്കുന്നു. ആദ്യം തന്നെ അത് എടുക്കാം, എന്നിട്ട് കുപ്പിയിൽ എടുക്കുള്ളൂ എന്ന് വെച്ചിട്ട് എടുത്തു വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതൊക്കെ ബക്കറ്റിൽ വെക്കണം. ഇതാട്ടോ ഞാൻ പറഞ്ഞു, വെളിച്ചെണ്ണ 2 കിലോനെ മേടിച്ചിട്ടുള്ളൂ, 1 കിലോ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് മുമ്പത്തെ ഒരു പരിപ്പ് കിട്ടിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇതിനും കവറിൽ തന്നെ എടുത്തു വെച്ചാൽ ചിലപ്പോൾ ഉച്ചൂത്തും. അപ്പോൾ അതിനൊരു ഡപ്പയിലാക്കി എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമായി. ഇനി പച്ചക്കറി ഉണ്ട് കേട്ടോ. പച്ചക്കറി പിന്നെ അധികമില്ല, കുറച്ചുള്ളൂ. പഴയതിലേക്ക് മാറ്റിയിട്ട് അതും കൂടെ ഒന്ന് വെക്കണം. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ ആണ് കേട്ടോ. ഇത് മുമ്പ് മേടിച്ചതാണ്, കഴിയാറായി തുടങ്ങി. ഇത് പുതിയതിപ്പോൾ മേടിച്ചതാണ്, അതിനൊരാവശ്യമുണ്ട്. പാലും മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതേ പച്ചക്കറി, പച്ചമുളക്, ഇഞ്ചി പച്ചമുളക് ഞാൻ കുറേ മേടിച്ചിരിക്കട്ടെ. എനിക്ക് ഇഞ്ചിയൊക്കെ വേണം. ഇവിടെ പ്രത്യേകിച്ച് മീനും ഇറച്ചിയൊക്കെ കൂടുതൽ വാങ്ങുന്നത് കാരണം ഇഞ്ചിയും പച്ചമുളകൊക്കെ എപ്പോഴും നിറച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് ഫ്രിഡ്ജ് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ ഉണങ്ങിപ്പോയി മുന്തിരി ഇരുന്നിട്ട്. പിന്നെ പച്ചമുളകൊക്കെ ഉണങ്ങിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതാട്ടോ കളയാൻ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് എളുപ്പപ്പണിക്ക് ചായ പലഹാരം ഉണ്ടാക്കിയത് കേട്ടോ. ഇതിനൊക്കെ നിന്ന കാരണം. അപ്പോൾ അതിൽ മധുരക്കിഴങ്ങുണ്ടായിരുന്നു, അതിനെ പുഴുങ്ങി ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ്. ഇത് ഉണക്കമുളകും ഉള്ളിയും പുളിയും ഒക്കെ കൂടിയിട്ട്
നന്നായി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചമ്മന്തിയായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ പച്ചമുളക്, ഉണക്കമുളകിൻ്റെ പകരം പച്ചമുളക് ഇട്ടിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അതും ടേസ്റ്റാണ്. ശരിക്കും ഈ മധുരക്കിഴങ്ങിന് ഈ ചമ്മന്തിയുടെ ആവശ്യം ഉണ്ടായില്ല, കാരണം അത്രയും മധുരമായിരുന്നു. നല്ല ഒരു മധുരക്കിഴങ്ങായിരുന്നു. ഇങ്ങനത്തെ ഒന്നും അങ്ങനെ കിട്ടാറില്ല. ഇത് മേടിച്ച കട ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഈ മധുരക്കിഴങ്ങ് മുടിക്കും സ്കിന്നിനൊക്കെ നല്ലതാണല്ലോ. ഇവിടെ പിന്നെ രാവിലെ ഇങ്ങനത്തെ പലഹാരമായാലും വലിയ കുഴപ്പമൊന്നുമില്ല. കൊച്ചുവിന് ഇത്തിരി ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവും, പക്ഷേ അവന് ചമ്മന്തി കൂട്ടാതെ തനിയായാലും ഞാൻ കൊടുക്കും. ഇതാണെങ്കിൽ നല്ല മധുരമുണ്ട്, കട്ടൻ ചായയുടെ ഒപ്പം നല്ല സൂപ്പറാണ്. അപ്പോൾ അത് രാവിലെയൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ചായപ്പലഹാരം ഇങ്ങനെയാട്ടോ, ചെറിയ രീതിയിൽ പോയി. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനത്തത് ഒക്കെ വേവിക്കുമ്പോൾ ഉള്ളിങ്ങനെ വേവാത്ത പോലെ തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറി വാങ്ങുന്ന കടയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. പിന്നെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അജൂബ എന്നാണ് പേര്. കൊടുങ്ങല്ലൂരുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ നല്ല ഹോൾസെയിലായിട്ട് പച്ചക്കറി വിൽക്കുന്ന കടയാണ് കേട്ടോ. അപ്പോൾ ഈ കിറ്റുകളിൽ വെച്ചിരിക്കുന്നതൊക്കെ വിലക്കുറവിലാണ്. ഇതെല്ലാം വിലക്കുറവിലാണ്. അല്ലാത്തതും ഉണ്ട്. അത്ര വിലയുടെ വ്യത്യാസമില്ല. 1 കിലോ സാധാ മേടിക്കുന്നത് ഇതിൽ കിറ്റിലാകുമ്പോൾ 1.5 കിലോനൊക്കെ കിട്ടും. അത്രയും പൈസയും വേണ്ട. നല്ല പച്ചക്കറികളാണ് കേട്ടോ. അല്ല ചിലപ്പോൾ തരവാണ് അങ്ങനെയൊന്നും തോന്നില്ല. നല്ല പച്ചക്കറികളാണ്. ഞാനിങ്ങനത്തെ കിറ്റും എല്ലാം കേട്ടോ മേടിക്കാറ്. കിറ്റിലുള്ളതും അല്ലാത്തതും മേടിക്കാറുണ്ട്. എല്ലാം നല്ല പച്ചക്കറികളാണ്. നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ് കേട്ടോ അവിടുത്തത്.